ഖൽബ് നമ്മുടെ റൂഹുമായി ബന്ധിക്കുന്ന വിഷയമാണ്. ഖൽബ് എന്ന് പറയുന്നത് അല്ലാമ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി വ്യാഖ്യാനിച്ചതനുസരിച്ച് ലതീഫത്തുൻ റൂഹാനിയ, ആത്മീയ വശങ്ങൾ ഉൾക്കൊള്ളുന്ന അള്ളാഹുവിന്റെ ഒരു അപാരമായ ഒരു പ്രതിഭാസമാണ് ഖൽബ് എന്ന് പറഞ്ഞത്. നമ്മുടെ ഈ ഒരു ബ്ലഡ് പമ്പ് ചെയ്യുന്ന ഈ ഒരു ഇറച്ചി കഷ്ണമല്ല, അത് ലതീഫത്തുൻ റബ്ബാനിയ, അള്ളാഹുവുമായി ബന്ധിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സംഘം. അതുകൊണ്ടാണ് നമുക്ക് വിശുദ്ധ ഖുർആൻ കേൾക്കുമ്പോൾ വളരെ മനോഹരമായ എന്തോ ഒരു സമാധാനം. അപ്പൊ നമ്മൾ ഈ സ്ലൈഡ് കേട്ടപ്പോൾ എത്രയോ അതില് വിന്നേഴ്സായ ആളുകളുടെ ഖിറാഅത്ത് നമ്മൾ കേട്ടത്. ആ ഖുർആൻ ഓതുമ്പോൾ എന്തോ ഒരു രസം തോന്നിയില്ല കൽബിൽ. രസം തോന്നിയെടുക്കുന്ന കൈവക്കിയാട്ടെ, അൽഹംദുലില്ലാഹ്. മതി ഇനി രസം തോന്നിയിട്ടില്ലെങ്കിൽ ഒരു നിരന്തരം പാട്ട് കേൾക്കുന്നവരാണെന്ന് അതിനർത്ഥം. അവർക്കാണ് അത് ആസ്വദിക്കാൻ പറ്റാതിരിക്കുന്നത്. നിരന്തരം പാട്ട് കേൾക്കുന്നത്. വിശുദ്ധ ഖുർആനും പാട്ടും രണ്ടും കൂടെ കൽബിൽ നിൽക്കൂല. രണ്ടാലും ഒന്നേ പറ്റുള്ളൂ. രണ്ടും കൂടെ നിൽക്കൂല. ചക്കളത്തെ പെണ്ണുങ്ങളെ പോലെ രണ്ടെണ്ണം കൂടെ ഒരു വീട്ടിൽ നിൽക്കൂല. ഏതെങ്കിലും ഒരാൾ പുറത്തു പോയേ പറ്റൂ, അല്ലെങ്കിൽ മറ്റേ ആളെ കൊണ്ട് ഒരാൾ പുറത്ത് പോയേക്കും. അപ്പോ വിശുദ്ധ ഖുർആൻ ആസ്വദിക്കണമെങ്കിൽ ആ ഒരു ഹൃദയത്തിന് നമ്മൾ ആ കൽബ് പ്രിപ്പയർ ആയി കഴിഞ്ഞാൽ ഭയങ്കര രസമാണത്. ആ ഒരു ആനന്ദം നമുക്ക് അനുഭവിക്കാത്തവർക്ക് പിന്നെ ഒരു പ്രയാസം തോന്നും. എനിക്ക് അങ്ങനെ തോന്നിയില്ല, എനിക്ക് യേശുദാസിന്റെ പാട്ട് കേട്ടപ്പോൾ അങ്ങനെയാണല്ലോ തോന്നിയേക്കും. പക്ഷേ അതെന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ ഈ ഖുർആനിന്റെ മധുരം ഉൾക്കൊള്ളാൻ നമ്മുടെ കൽബിനെ പ്രിപ്പയർ ആക്കിയിട്ടില്ല. അതാണ് നമ്മൾ അതും ഇതും കുറെ ചപ്പു ചവറൊക്കെ ഇതിനുള്ളിൽ കിടക്കുകയാണ്. അതിന്റെ ഇടയിലൂടെ ഖുർആൻ ഷൈൻ ചെയ്യൂല. അപ്പോ കൽബിനങ്ങ് ക്ലീൻ ചെയ്തു കൊടുത്താൽ നമുക്കത് ശരിക്കും ആസ്വദിക്കാൻ പറ്റും. അത് മാത്രമല്ല, ആകാശലോകവുമായി ബന്ധിക്കാനുള്ള ഈ ഒരു കയറ് അള്ളാഹുവിന്റെ മുറിഞ്ഞു പോവാത്ത കയറാണെന്നാണ് വിശുദ്ധ ഖുർആനിന്റെ ബലാഗയും അതിന്റെ റിറ്റോറിക് ബ്യൂട്ടിയും ഖുർആനിന്റെ ഭാഷാ ഭംഗിയും ഖുർആനിന്റെ സറ്റിലിറ്റി ഇൻ ലാംഗ്വേജ്, ഖുർആൻ ഉപയോഗിക്കുന്ന വാക്കുകളുടെ ആ ഒരു സൂക്ഷ്മതയും, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് വിഷയങ്ങൾ വിശുദ്ധ ഖുർആനിന്റെ അത്ഭുതം മനസ്സിലാക്കാൻ നമുക്ക് ആവശ്യമാണ്. നമ്മൾ അതൊന്നും അറിയണ്ട. ഇപ്പൊ ഒരു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഖുർആന്റെ ഭാഷ എന്റെ അള്ളാഹു ഒരിക്കൽ തസ്ജുറ എന്ന് പറഞ്ഞു, ഒരിക്കൽ തുഫജ്ജിറ എന്ന് പറഞ്ഞു. രണ്ട് ഭാഷയും ഒന്ന് തന്നെയാണല്ലോ. നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. സാധാരണക്കാർക്ക് അത് അവർക്ക് ഇറ്റ്സ് നോട്ട് ആക്സസിബിൾ ഫോർ ദം. അതുകൊണ്ട് നമ്മൾ അതിലല്ല വിഷയം. വിശുദ്ധ ഖുർആനിന്റെ ആലാപനം കേൾക്കുന്നത് കൂലിയാണ്. സമാഉൻ യസ്ലുക സവാബുഹു, അങ്ങനെയാണ്. കേട്ടാൽ കൂലി കിട്ടുന്ന സംഗതിയാണ് ഖുർആൻ. നമുക്ക് മനസ്സിലായിട്ടില്ല, കേട്ടാൽ കൂലി കിട്ടും. നമുക്ക് ഓതാൻ പറ്റുന്നില്ല, ഒന്ന് ചെവിച്ച് കേട്ടു നോക്കുക. ഇവിടെയൊക്കെ നമ്മുടെ ദുബൈ റേഡിയോ ഉണ്ട്, അൽനൂർ റേഡിയോ അല്ലെ, നൂർ റേഡിയോ, അബുദാബി റേഡിയോ ഉണ്ട്, ഷാർജ റേഡിയോ ഉണ്ട്, അജ്മാൻ റേഡിയോ. ഖുർആൻ മാത്രം പ്ലേ ചെയ്യുന്ന റേഡിയോകളുണ്ട്. നിങ്ങൾ അത് കേട്ടു നോക്കി. അന്വേഷിച്ച് നമ്മുടെ ഈ മലയാളം പാട്ടില്ല, ഫുലാൻ പാടിയത്, ഫുലാൻ കമ്പോസ് ചെയ്തത്, ഫുലാൻ സംഗീത സംവിധാനം ചെയ്തത്, ഈ ഫുലാനിയായ സിനിമയിൽ വന്നത് ഇപ്പൊ പാടുന്നു. അത് കഴിഞ്ഞു അടുത്ത പാട്ട്. ഇതാ വേറൊന്ന്. ഇത് കേൾക്കുന്ന നമ്മുടെ മലയാള ചാനലൊക്കെ നിർത്തി വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഞാനൊരു ട്രയൽ തരാണ്. ഒരു 8 ദിവസം ഒന്ന് പരീക്ഷിച്ച് നോക്കി. നിങ്ങൾ വിശുദ്ധ ഖുർആൻ കേൾക്കുക. ആ സമയം ഒരു ന്യൂസ് കേൾക്കാം, ന്യൂസ് കേട്ടു ആയിക്കോട്ടെ. പാട്ട് വരുമ്പോൾ കൂട്ടിയിട്ട് എന്ത് ചെയ്യാൻ, ഖുർആന്റെ ചാനൽ പ്ലേ ചെയ്ത് ചിലപ്പോൾ നിങ്ങൾ ആ ഖുർആനിന്റെ പാരായണത്തിന്റെ ഇടയിൽ നിങ്ങൾ അടുത്ത ന്യൂസ് കേൾക്കാൻ നിങ്ങൾ ട്യൂൺ ചെയ്യാൻ മറന്നുപോയിരിക്കും. അതിലങ്ങ് പ്രത്യേകിച്ച് ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരാണ് കൊടുക്കുക. യാത്രയിൽ ഒരുപാട് സമയം കിട്ടുന്നവരാണ്. ആ യാത്രയിലെ സമയം മുതലാക്കിയാൽ, എനിക്ക് ദുബൈയിലുള്ള സമയം നമ്മൾ KMCC-യിലെ ഖുർആൻ ക്ലാസ് എടുക്കുന്ന കാലങ്ങൾ പറഞ്ഞപ്പോഴേക്കും ഇങ്ങനെ ആ ഒരു കാലം ഇങ്ങനെ ഓർമ്മ വരികയാണ്. പക്ഷെ അഹങ്കാരം എന്നൊന്നും പറയുന്നുണ്ടായിരുന്നു. മോശപ്പെട്ട വാക്കല്ലേ. നിങ്ങൾക്ക് ഇഷ്ടം തോന്നിയെങ്കിൽ വേറെ എന്തെങ്കിലും വാക്കുകൊണ്ടൊന്ന് മാറ്റണേ, റീപ്ലേസ് ചെയ്യണേ. നമ്മൾ ആരാധ്യം എന്നൊക്കെയുള്ള നമ്മുടെ നാട്ടിൽ പലരും പറയും, നമ്മളൊന്നും പറയാൻ പാടില്ലല്ലോ. ഇൻഷാ അല്ലാഹ്. അപ്പോ KMCC-യിൽ വരുന്ന സമയത്ത് ഞാൻ അന്ന് ജോലി ചെയ്യുന്നത് മെഡോസിലാണ്, സ്പ്രിങ്സിൽ. അപ്പം താമസിക്കുന്നത് ഇവിടെ നമ്മുടെ ബദർ ഹോട്ടലിന്റെ പഴയ നാസർ സ്ക്വയറിന്റെ അവിടെ. എന്നോട് പറയില്ല, ഇഷ്ടപള്ളിന്റെ ബാക്കിൽ റോയൽ പാരീസില്ലേ റെസ്റ്റോറന്റ്, അതിൻ്റെ അടുത്ത് മലബാർ ഇസ്ലാമിക് സെന്ററിൽ താമസിക്കുന്ന സമയത്ത് ഒരുപാട് സമയം കിട്ടിയിരുന്നു ഈ യാത്രയിൽ. നമ്മൾ അങ്ങോട്ട് സ്കൂളിലേക്ക് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും ഈ നിരന്തര സമയം ഒരുപാട് ഖുർആൻ കേൾക്കാനും അതുപോലെയുള്ള ചർച്ചകൾ കേൾക്കാനും ഞാൻ അറബ് ചാനലിൽ ഞാൻ ട്യൂൺ ചെയ്യാറുണ്ടായിരുന്നു. മലയാളം അന്നേ എനിക്കിഷ്ടമല്ല, എന്താ അറിയില്ല. അങ്ങനെ ആ ഒരു സമയത്ത് കിട്ടിയിരുന്ന ഒരു വലിയൊരു സമാധാനം എനിക്കിപ്പോൾ മിസ്സിംഗ് ആണ്. നമ്മൾ വണ്ടി യാത്ര കുറവായതുകൊണ്ട് ജോലിയിലേക്ക് പോകേണ്ട ഒരു വണ്ടി ഓടിക്കേണ്ട അവസ്ഥ ഇല്ലപ്പോൾ അൽഹംദുലില്ലാഹ് അല്ലാഹുവോട് ചോദിച്ചു വാങ്ങിയൊരു സംഗതിയാണ്.
ഹദീസ് 2 മണിക്കൂറൊക്കെ പാർക്കിംഗ് കിട്ടാതെ അവിടെ നടന്ന് അപ്പൊ അൽഹംദുലില്ലാ അവിടെ നടന്നു പോകാൻ പറ്റിയ ദിവസത്തെയാണ് ഇപ്പൊ ജോലി എന്നത്. അൽഹംദുലില്ലാ. പക്ഷെ ഈ ഒരു യാത്രയിൽ കിട്ടുമായിരുന്നൊരു രസം, നമ്മളിങ്ങനെ യാത്രയാണ്, ക്ഷീണാണ്, ഒക്കെ ബുദ്ധിമുട്ട്. പക്ഷേ ഖുർആൻ ഒരുപാട് കേൾക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. ഒരുപാട് സൂറത്തുകൾ നമ്മൾ അറിയാതെ മനപ്പാടായി പോകും നിരന്തരം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ. ഒരു ആയത്തിന് അടുത്തത് ഇങ്ങനെ വരുന്നതെന്ന് വരെ നമുക്ക് ഇങ്ങനെ നാവിലൂടെ അറിയാതെ വന്നുകൊണ്ടിരിക്കും, നിരന്തരം കേട്ടുകൊണ്ടിരുന്നപ്പോ ആ ഒരു രസം ഈ ഡ്രൈവ് ചെയ്യുന്ന മുഴുവൻ ആളുകൾ ഒന്ന് ആസ്വദിക്കണമെന്ന് ഖുർആൻ ട്യൂൺ ചെയ്യും. നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടി അതല്ല. ഈ മലയാള റേഡിയോ എന്തായാലും എന്ത് നമ്മുടെ നാട്ടിലെ കുറെ, ഞാൻ അവരെ പേരൊന്നും പറയുന്നില്ല, ഒരു പറയുന്ന ഓരോ വടായികളും അതിന് മറുപടിക്ക് മറുപടി. എന്താ നമ്മളെ നാട്ടിലെ ന്യൂസ്? അപ്പോ നമുക്കൊരു ഒരു എഡ്യൂക്കേഷണൽ ആയിട്ട്, ഒരു അക്കാഡമിക് ആയിട്ട് ഒരു വിഷയം പഠിക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമോ ഇല്ല എന്നല്ല, വളരെ കുറവാന്ന് ഞാൻ പറയട്ടെ. നിങ്ങൾക്ക് അറബിക്കൊന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ എത്ര മസാലകൾ ചർച്ച നടക്കുന്നുണ്ട്, എത്ര നല്ല വളരെ ബ്യൂട്ടിഫുൾ നല്ല പ്രോഗ്രാംസുകളുണ്ട് അറബി ചാനലുകളൊക്കെ. അറബ് റേഡിയോ, TV, ഒരുപാട് നല്ല പ്രോഗ്രാംസ്. ഷാർജ റേഡിയോ ഒക്കെ നല്ല പ്രോഗ്രാംസ് ഉണ്ട്, ചാനലുകളാണ്, റേഡിയോ ചാനൽ. അപ്പൊ എന്ത് ചെയ്യാം, വിശുദ്ധ ഖുർആനുമായി നമുക്ക് അങ്ങനെ ബന്ധപ്പെടാൻ പറ്റും. നമ്മൾ ഈ പരിപാടി കഴിഞ്ഞു പോയി നമ്മുടെ മീനാപ്പീസുകാർ ഈ ഒരു അറസ്റ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് വളരെ മനോഹരമായി ആ പരിപാടി നടത്തി. നമ്മുടെ അബൂബക്കർ സാഹിബും ടീമൊക്കെ വളരെ നല്ലൊരു പ്രൈസിന് പ്രഖ്യാപിച്ചു. അവരിത് കൊണ്ടുപോയി നമുക്കെന്ത് കിട്ടി? നമുക്ക് ഇതുമായി അടുക്കാനൊരു വഴി കിട്ടണം, നമ്മളും ഖുർആനുമായിട്ട് അടുക്കുക. അതുകൊണ്ട് ഞങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ ദയവ് ചെയ്ത് എന്ത് ചെയ്യുക, ഖുർആൻ ട്യൂൺ ചെയ്യുക, ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. എന്തൊരു കഷ്ടം. നമ്മൾ വണ്ടിയൊക്കെ നമ്മുടെ മലയാളികൾക്ക് ഈ മലയാള ചാനലിലാകെ പിടിക്കാത്തൊരവസ്ഥയാണ്. നമ്മൾ ട്യൂൺ ചെയ്ത് വെച്ച നമ്മുടെ റേഡിയോ ചാനലുകളൊക്കെ നമ്മൾ വാഹനം സർവീസ് തിരിച്ചിട്ടുമ്പോഴേക്കും പിന്നെ മലയാളമായിട്ടുണ്ടാവും. അപ്പൊ ഈ സർവീസിന് കൊണ്ടുവന്ന ചെക്കന്മാരെ പയ്യന്മാരെ എന്ത് ചെയ്യാണ്, ഒരു പെട്ടെന്ന് ചാനലുമാരെ അവർക്ക് പാട്ട് എടുക്കാൻ. നമ്മൾ വാഹനം തിരിച്ചിട്ട് പോണാക്കുമ്പോ അപ്പൊ പാട്ടാണ് വരുന്നത്. അപ്പോ നമ്മള് എന്തായാലും നമ്മളൊന്ന് മാറ്റി ചിന്തിച്ചു നോക്കി. മറ്റു കുറെ ട്രൈ ചെയ്തില്ലേ കുറെ കാലം, ഇനി ഖുർആനും ട്രൈ ചെയ്യും. എന്നിട്ട് നിങ്ങൾ മാറ്റുണ്ടെങ്കിൽ പറഞ്ഞു തരും. നല്ല മനസ്സിന് വല്ലാത്തൊരു ബാലൻസ് വരും, മനസ്സിന് തക്കവ് വരും, അള്ളാഹുവിനോടൊരു സ്നേഹം വരും, നിബിധങ്ങളോരുടെ അടുപ്പം വരും. നമ്മുടെ ദീൻ ഇത്ര മനോഹരമാണല്ലോ ഖുർആൻ, എന്തുകൊണ്ട് നമുക്കത് കിട്ടിയില്ല എന്ന് തോന്നിപ്പോകും. കണ്ടു കാണാത്ത ഒരു ചെറുപ്പക്കാരന്റെ ചരിത്രങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് അബ്ദുൽ മാലിക് ക്ലെയർ എന്നാണ്. അദ്ദേഹം കാനഡക്കാരനാണ്. എനിക്ക് എപ്പോഴും വളരെ ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ്. അദ്ദേഹം ഒരു കണ്ണ് കാണാത്ത ആളാണ്, ബ്ലൈൻഡ് ആണ്, പക്ഷെ റെസ്ലറാണ്, ഭയങ്കര റെസ്ലിംഗ് നടത്തുന്ന. കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വീഡിയോ, യൂട്യൂബിലുണ്ട്. എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് വല്ലാത്തൊരു സംഭവം. ആ ചെറുപ്പക്കാരന് മുസ്ലിം ആവാൻ ആഗ്രഹമുണ്ടായിട്ട് അദ്ദേഹം കാനഡയിലെ നോർത്ത് സ്കോഷ്യയിലാണ്. അദ്ദേഹം അവിടുന്ന് ചിക്കാഗോയിൽ വന്നു, ജോലിക്ക് വന്നു. അങ്ങനെ അദ്ദേഹത്തിന് ഇസ്ലാമിലേക്കുള്ള യാത്ര പറയുന്നത് ദ ഈസിയസ്റ്റ് ഷഹാദ ഇൻ ദ കനേഡിയൻ ഹിസ്റ്ററി. അത് അങ്ങനെ പറയാം. കനേഡിയൻ ചരിത്രത്തിൽ ഉണ്ടാവില്ല ഇത്ര ഈസി ആയിട്ട് മുസ്ലിമായ ഒരാളുടെ ചരിത്രം. അദ്ദേഹത്തിന് 18 വയസ്സായ സമയത്ത് മുസ്ലിം ആവണമെന്ന് ആഗ്രഹം തോന്നി നടന്നതാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് ഒരാളൊരു ഖുർആന്റെ ഒരു CD കൊടുത്തത്. അന്ന് കേസറ്റുള്ളൂ, CD ആയിട്ടില്ല എന്ന്. ആ CD കൊടുത്തിട്ട് അത് പ്ലേ ചെയ്ത് നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു എന്തോരം മനോഹരം. അപ്പൊ ഫാത്തിഹ അങ്ങനെ അദ്ദേഹം ഓതുന്നുണ്ട്, ആ ഒരു ഫാത്തിഹ ഓതുന്നുണ്ട്. അദ്ദേഹം എ ജേർണി നോട്ട് ലൈക്ക് എനി അതർ ജേർണി, അങ്ങനെ യൂട്യൂബ് ടൈപ്പ് ചെയ്താൽ കിട്ടും. ഞാൻ പറഞ്ഞൊരു 45 മിനിറ്റ്സ് സ്പീച്ചാണ് അദ്ദേഹം ലണ്ടനിൽ വന്ന് ചെയ്ത അദ്ദേഹത്തിന്റെ പ്രഭാഷണമാണ്. വളരെ കൊമീഡിയനാണ്, നല്ല തമാശ പറയും. അതിന് കനേഡിയൻ ഐറിഷ് ആക്സന്റ് ഉള്ള ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ. അദ്ദേഹം പറയാം, ഞാനത് കേട്ടു, ഫാത്തിഹയാണ്. പിന്നെ പേര് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ബിസ്മില്ലാഹി അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീ. അങ്ങനെ കേട്ടു, ഓൺ ഞങ്ങൾ ഒരുപാട് കേട്ടു. ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു. ഹൗ ക്യാൻ മുസ്ലിംസ് ഹൈഡ് ദിസ് ഫ്രം അസ്? എങ്ങനെ മുസ്ലിമീങ്ങളിൽ ഞങ്ങൾക്ക് പറഞ്ഞുതരാതെ പൂഴ്ത്തി വെച്ചു? ഞാൻ പറഞ്ഞു, I have read many books, but I have never heard books that is recited. ഓതപ്പെടുന്ന ഒരു ഗ്രന്ഥം ഞാൻ കേട്ടിട്ടില്ലായിരുന്നു. വായിക്കുന്ന പുസ്തകം ഞാൻ കേട്ടിട്ടുണ്ട്, ഓതപ്പെടുന്നത്. ഞാൻ പറഞ്ഞു, മുസ്ലിംസ്, മുസ്ലിമീങ്ങളോട് എനിക്ക് ചെറിയൊരു അമർഷമുണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് ഈ കിതാബ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നില്ല? ഞാൻ പറയാം, നിങ്ങൾ ക്രിസ്മസിന്റെ ദിവസം ഹാപ്പി ക്രിസ്മസ് ഞങ്ങളോട് പറയും, നിങ്ങൾ ഞങ്ങളെ പറ്റി കുഫാർ കാഫിരീങ്ങളെന്ന് പറയും അല്ലേ? നിങ്ങൾ ഞങ്ങളോട് വല്ല ന്യൂ ഇയർ വിഷസ് ചെയ്യും. പക്ഷെ ഞങ്ങൾക്ക് തരേണ്ടിയിരുന്നത് ഈ ഖുർആനിൽ എന്തുകൊണ്ട് തന്നില്ല? എന്നെ പോലെയുള്ള ആളുകൾക്ക് ഇത് എന്നോ ഇസ്ലാമിലേക്ക് വരാൻ കാരണമായേനെ. എന്തേ നിങ്ങൾ ഖുർആൻ ഞങ്ങൾക്ക് പറഞ്ഞു തരാത്തത്
എന്ന് ചോദിച്ച് ദാഹിക്കുന്ന ഒരവസ്ഥ അദ്ദേഹത്തിന്റെ ആ ഒരു ക്ലാസ്സിൽ കാണും. വല്ലാതെ ശരിക്കും കണ്ണെല്ലാം നനഞ്ഞു പോകും. അത്രയും മനോഹരമായി വിശുദ്ധ ഖുർആനിന്റെ ഭംഗിയെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം ഖുർആൻ മനഃപാഠമാക്കി അദ്ദേഹം അത് വളരെ മനോഹരമായി ഓതുന്നുണ്ട്. എന്തൊരു രസം! നമ്മളൊക്കെ ഖുർആൻ ഓതാൻ പഠിച്ചവരുടെ നാട്ടില് ഓതാൻ പഠിച്ചു വന്നില്ല. നമ്മുടെ എത്രയാ ഓതിയത്? കഴിഞ്ഞ റമദാൻ കഴിഞ്ഞിട്ട് ഈ റമദാനിന്റെ ഇടയിൽ ഒരു ഖത്തം തീർത്തവരും കൈപൊക്കാൻ ഞാൻ പറയുന്നില്ല. നിങ്ങൾ മനസ്സിലൊന്ന് കൈപൊക്കി നോക്കി എത്ര പേരുണ്ട് കഴിഞ്ഞ റമദാൻ കഴിഞ്ഞിട്ട്? അൽഹംദുലില്ലാഹ്.